ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ പ്രമുഖ ബംഗാളി നടി ശ്രീലേഖ മിത്ര ഉന്നയിച്ച ആരോപണത്തിൽ പ്രതികരിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. സംഭവത്തിൽ രഞ്ജിത്തിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ചാനലിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രി പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്നും വ്യക്തമാക്കി. രഞ്ജിത്ത് പ്രഗത്ഭനായ ഒരു കലാകാരനാണെന്നും അതുകൊണ്ട് തന്നെ ആക്ഷേപത്തിന്റെ പേരിൽ കേസെടുക്കാൻ കഴിയില്ലെന്നും വസ്തുത പരിശോധിക്കേണ്ടതുണ്ടെന്നും ഇന്ന് രാവിലെ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നടി പരാതിയുമായി മുന്നോട്ട് വരികയാണെങ്കിൽ സർക്കാർ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കുമെന്നും സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടി. രഞ്ജിത്തിനെതിരായ ആരോപണം മാധ്യമങ്ങളിലൂടെയാണ് താൻ കണ്ടതെന്നും അതിൽ രഞ്ജിത്ത് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ആ മറുപടിയും നടിയുടെ ആക്ഷേപവുമാണ് നമുക്ക് മുന്നിലുള്ളത്. അത് സംബന്ധിച്ച് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ. അവർ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിയമാനുസൃതമായി തന്നെ സർക്കാർ സ്വീകരിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഏതെങ്കിലും ഒരാൾ ആരെ പറ്റിയെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ അങ്ങനെ കേസെടുക്കാൻ കഴിയുമോ എന്നായിരുന്നു സജി ചെറിയാന്റെ ചോദ്യം. അങ്ങനെയെടുത്ത ഏതെങ്കിലും ഒരു കേസ് കേരളത്തിൽ നിലനിന്നിട്ടുണ്ടോ? ആരോപണം ഉന്നയിച്ചവർ പരാതി തരണം. ആർക്കെങ്കിലും അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടെങ്കിൽ രേഖാമൂലം നൽകിയാൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ സ്ത്രീകൾക്കൊപ്പമാണ്, വേട്ടക്കാരനൊപ്പമല്ല, ഇരയോടൊപ്പമാണ് സർക്കാർ നിൽക്കുന്നതെന്ന് പറഞ്ഞ സജി ചെറിയാൻ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നതിൽ തീരുമാനമെടുക്കേണ്ടത് CPM ആണെന്നും പറഞ്ഞു. ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായാണ് രഞ്ജിത്തിനെ പദവിയിൽ എത്തിച്ചതെന്നും അതിന് കാരണമായി മന്ത്രി ചൂണ്ടിക്കാട്ടി. അതേസമയം ആരോപണം തെളിഞ്ഞാൽ നടപടിയെടുക്കുമെന്നാണ് മന്ത്രി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അതേസമയം രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം ഒഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ സിനിമാ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് രഞ്ജിത്ത്. അദ്ദേഹം സ്ഥാനം ഒഴിയണമെന്നാണ് തനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതെന്നും VD സതീശൻ പറഞ്ഞു. മന്ത്രി സജി ചെറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ കൂട്ടുനിന്നുവെന്നും സർക്കാർ വേട്ടക്കാരനൊപ്പമാണെന്നും ഇരകൾക്കൊപ്പമല്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പരാതി തന്നാൽ മാത്രമേ കേസെടുക്കൂ എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. സജി ചെറിയാൻ മന്ത്രി സ്ഥാനം ഒഴിയുന്നതാകും നല്ലത്. അദ്ദേഹം ഒരിക്കലും ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. അതേസമയം രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണമാണ് ബംഗാളി നടി ശ്രീലേഖ മിത്ര ഉന്നയിച്ചത്. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയിൽ അഭിനയിക്കാനായി കേരളത്തിലെത്തിയപ്പോഴാണ് രഞ്ജിത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതെന്നാണ് നടി ആരോപണത്തിൽ പറഞ്ഞത്. രഞ്ജിത്തിന്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് മനസ്സ് തുറന്ന ശ്രീലേഖ മിത്ര ആ രാത്രിയിൽ ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞത് വളരെയധികം ഭീതിയോടെയാണെന്നും ഓർത്തെടുത്തു. എതിർത്തതോടെ പിന്നീട് മലയാള സിനിമയിൽ ഒരിക്കലും തനിക്ക് അവസരം ലഭിച്ചിട്ടില്ലെന്നും ആ സമയത്ത് തന്നെ പരാതി അറിയിച്ചിരുന്നുവെന്നും നടി ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതേസമയം തന്നെ നടിയുടെ ആരോപണത്തിന് കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് നൽകിയ വിശദീകരണം നടി തള്ളുകയും ചെയ്തിരുന്നു. സിനിമയുടെ ഓഡീഷന് വേണ്ടി ശ്രീലേഖ മിത്രയെ വിളിച്ചിരുന്നുവെന്നും കഥാപാത്രത്തിന് ചേരാത്തതിനാൽ മടക്കി അയച്ചുവെന്നുമായിരുന്നു രഞ്ജിത്തിന്റെ വാദം. എന്നാൽ ഇത് നടി നിഷേധിച്ചു. താൻ കേരളത്തിൽ വന്നത് സിനിമ ഓഡീഷന് വേണ്ടി ആയിരുന്നില്ല എന്നും ചിത്രത്തിൽ അഭിനയിക്കാൻ തന്നെയാണ് തന്നെ ക്ഷണിച്ചിരുന്നതെന്നും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ശ്രീലേഖ മിത്ര പറഞ്ഞു. പക്ഷേ പരാതി നൽകാനും നടപടികൾക്കുമായി കേരളത്തിലേക്ക് വരാനാകില്ല. താൻ ജോലി ചെയ്യുന്നത് ബംഗാളിലാണ്. ആരെങ്കിലും പിന്തുണയ്ക്കാൻ തയ്യാറായാൽ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും സംഭവിച്ചത് തെറ്റായി എന്നെങ്കിലും രഞ്ജിത്ത് പറയണമെന്നും നടി ആവർത്തിച്ചു.